ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ആത്മീക ജീവിതം ജയകരമാകണമെങ്കിൽ കർത്താവുമായിട്ടുള്ള നിരന്തരമായ കൂട്ടായ്മ ബന്ധത്തിൽ നമ്മൾ മുൻപോട്ട് പോയാലേ പറ്റത്തുള്ളൂ. പല സമയങ്ങളിലും ആ ബന്ധങ്ങളിൽ നിന്ന് നമ്മളെ ഇല്ലാതാക്കാനായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ, അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. വളരെ വ്യക്തമായി ആത്മീക വെളിപ്പാടിൽ നമ്മളത് തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോയില്ലെങ്കിൽ നമ്മളുടെ ആ ഒരു വളർച്ചയിൽ നമുക്ക് സ്ഥിരത കൈവരിക്കാനായിട്ട് പറ്റില്ല. ഇതിന് നമ്മളെ സഹായിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മ ബന്ധത്തിൽ വളരാൻ നമ്മളെ സഹായിക്കുന്ന യേശു പറഞ്ഞ ഒരു സദൃശ്യം അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് ആടുകളും ഇടയനും തമ്മിലുള്ള ആ ഒരു ബന്ധം. ധാരാളം ആത്മീക ചിന്തകൾ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കിട്ടും. ഇടയനെ വിട്ട് തെറ്റിപ്പോകുന്ന ആടുകൾ, ഇടയനെ പോലും അനുസരിക്കാതെ ചവിട്ടിക്കളയുന്ന ഈ പ്രവാചകനായ യഹസ്കേലിൻ്റെ പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്നത് വെള്ളം ചവിട്ടി കലക്കി മേച്ചിലുകൾ ചവിട്ടിക്കളയുന്ന കോലാട്ടുകൊറ്റന്മാർ. പ്രവാചകനായ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടുമൊക്കെ ഇങ്ങനെ ഇടിച്ചുകൊണ്ട് നിൽക്കുന്ന കോലാട്ടുകൊറ്റന്മാർ. സങ്കീർത്തനം 95 കൈകളിലെ ആടുകൾ, കൈക്കകത്തെ ആടുകൾ. അപ്പം ഈ ആടുകളുമായിട്ട് ബന്ധപ്പെട്ട് വ്യത്യസ്തമായ ധാരാളം ആത്മീക ചിന്തകൾ ദൈവവചനത്തിൻ്റെ അകത്തുണ്ട്. ഇതൊക്കെ എഴുതിയിരിക്കുന്നതും കർത്താവ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നതും നമ്മൾ തെറ്റിപ്പോകാതിരിക്കാനും, നമ്മൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് തിരിച്ചറിഞ്ഞ് ആ ഒരു കൂട്ടായ്മ ബന്ധത്തിൽ ജീവിച്ച് ആ നിത്യതയോളം നമ്മൾ എത്താനുമായിട്ടുമാണ്. പരിശുദ്ധാത്മാവ് എൻ്റെ ദൈവവചന ധ്യാനത്തിങ്കൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ഇന്ന് എനിക്ക് നൽകി തന്നത് ഇടയനും ആടുകളും എന്നുള്ള ആ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടൊരു ചിന്തയാണ്. തീർച്ചയായിട്ടും ഇത് അനേകരുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമായി, ദൈവിക വിടുതലായി മാറുമെന്ന് വിശ്വസിക്കുകയാണ്. സാധാരണക്കാരായ ആളുകൾക്ക് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ, ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥകൾ മനസ്സിലാക്കാനായിട്ട് അവരുടെ അനുദിന ജീവിതത്തിൽ നടന്നുകൊണ്ടിരുന്ന സംഭവങ്ങളെ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളുമായിട്ട് ചേർത്ത് പറയുന്നൊരു രീതി യേശുവിൻ്റെ ശുശ്രൂഷയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് നമ്മൾ മനുഷ്യരാണ്. പെട്ടെന്ന് സ്വർഗീയമായ ദൈവികമായ കാര്യങ്ങളെ നമ്മളോട് പറഞ്ഞാൽ നമ്മുടെ പരിമിതമായ ചിന്തകൾക്കകത്ത് നിന്നുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കാനും കേൾക്കാനും നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സാഹചര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി അതിലൂടെ ദൈവരാജ്യത്തിൻ്റെ ആഴമായ മർമ്മങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതികളിൽ ഒന്നാണ്. അതുതന്നെയാണ് ഇന്നും ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആടുകളും ഇടയനും തമ്മിലുള്ള ആ ഒരു സംഭാഷണം, അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മ ബന്ധത്തെ തൻ്റെ കേൾവിക്കാരോട് യേശു കർത്താവ് പറയുമ്പോൾ, യേശു കർത്താവ് മാത്രമല്ല ആടുകളും ഇടയനും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പഴയ നിയമഭാഗങ്ങളിൽ അനവധി ഭാഗങ്ങളിൽ യഹോവയാം ദൈവം, അതുപോലെ തന്നെ ഇസ്രായേൽ ജനം, അപ്പം ഇതിനെയെല്ലാം ആട്, ഇടയൻ എന്നുള്ള നിലയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അതവർക്ക് ആ ബന്ധം മനസ്സിലാക്കാനായിട്ടാണ്. അപ്പം ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഏറ്റവും അധികം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ആടുകളുടെ ശബ്ദം, ഇടയൻ്റെ ശബ്ദം ആടുകൾ തിരിച്ചറിയുന്നു. അന്യന്മാരുടെ ശബ്ദം അറിയാതെ അവർ അനുഗമിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ചെറിയൊരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കി തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ വീടിൻ്റെ മുറി പല സമയങ്ങളും അടച്ചിട്ടിരിക്കുകയാണ്. ഞങ്ങൾ താമസിക്കുന്നത് ഒരു ചർച്ചിൻ്റെ പാഴ്സനേജിലാണ്. അപ്പോൾ മിക്ക സമയത്തും എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ആ ഹോളിലായിരിക്കും, അല്ലെങ്കിൽ അവർ കുറച്ച് ഇടമയുള്ളത് കൊണ്ട് വലിയ വിശാലമായ വീടൊന്നുമല്ല, കുറച്ച് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പല സമയങ്ങളിലും ബെല്ലടിക്കാറില്ല ചെയ്യുന്നത്, ഞാൻ ആ ഡോറിൽ കൊട്ടുന്നതാണ് പതിവ്. ഞാൻ ഡോറിൽ കൊട്ടുമ്പോൾ തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ, എപ്പഫ്രാസ്, രൂഹമ, 2 കുഞ്ഞുങ്ങളാണ്,
അവർക്ക് ഞാൻ കൊട്ടുമ്പോൾ തന്നെ അറിയാം ഞാനാണോ കൊട്ടിയത്, മറ്റാരെങ്കിലുമാണോ കൊട്ടിയത്. അവർക്ക് എങ്ങനെയാണത് മനസ്സിലാകുന്നത്? പരിചയത്തിൽ നിന്നാണ്. അതായത് എൻ്റെ കൊട്ടിൻ്റെ ഒരു ശൈലിയുണ്ട്, ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ കേൾക്കുമ്പോൾ തന്നെ നിരന്തരമായി ഇത് കേട്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അറിയാം ഞാനാണോ അല്ലയോ എന്നുള്ളത്. ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ പപ്പ എന്ന് പോലും വിളിക്കാതെ അവർ വന്ന് തുറക്കും. പക്ഷെ മറ്റാരെങ്കിലുമാണ് കൊട്ടുന്നതെങ്കിൽ അവർക്ക് അന്നേരം തന്നെ അവരതിനെ ഐഡൻറ്റിഫൈ ചെയ്യും. എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം പരിചയത്തിൽ നിന്നാണ്. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ നിന്ന്, അല്ലെങ്കിൽ എൻ്റെ രീതി അവർക്ക് മനസ്സിലായതുകൊണ്ടാണ്. സത്യത്തിൽ ദൈവത്തിൻ്റെ രീതികളെ, ദൈവത്തിൻ്റെ വഴികളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് നിരന്തരമായ കൂട്ടായ്മയും ദൈവത്തോടുകൂടെയുള്ള സഹവാസവുമാണ്. ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു മനോഹരമായ സദൃശ്യം യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആടുകളും ഇടയനും. യോഹന്നാൻ്റെ സുവിശേഷത്തെ ഇതര സുവിശേഷ പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 7 I am sayings ആണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ് ഈ 3 സുവിശേഷ പുസ്തകങ്ങളെ സമവീക്ഷണ സുവിശേഷ പുസ്തകങ്ങളെന്നാണ് അറിയപ്പെടുന്നത്. അതല്ലെങ്കിൽ സിനോപ്റ്റിക് ഗോസ്പെൽസ്. എന്നാൽ 4-ാമത്തെ പുസ്തകം യോഹന്നാൻ്റെ സുവിശേഷം, ജൊഹനൈൻ തിയോളജി, അത് നമ്മൾ നന്നായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടുന്നൊരു പുസ്തകമാണ്. കാരണം ആ പുസ്തകത്തിൽ അത്ഭുതങ്ങളെക്കാൾ അധികം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിനും യേശുക്രിസ്തുവിൻ്റെ പഠിപ്പീരുകൾക്കുമൊക്കെ അധികം പ്രാധാന്യം എഴുത്തുകാരൻ കൊടുത്തിട്ടുണ്ട്. അതിന് പ്രത്യേകമായ സാഹചര്യങ്ങളുണ്ട്. ഇന്ന് അതല്ല വിഷയം. അപ്പം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ 7 I am sayings കാണുന്നുണ്ട്. ഓരോന്നും ഒന്നിന് ഒന്ന് മെച്ചപ്പെട്ടതാണ്. ധാരാളം ആത്മീക ചിന്തകൾ നമുക്ക് നൽകിത്തരുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ യോഹന്നാൻ്റെ സുവിശേഷം 10-ൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇടയനും ആടുകളും. അപ്പം അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ചിന്തകൾ ഞാൻ വളരെ പെട്ടെന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സത്യത്തിൽ നമ്മളാണ് ആടുകൾ. നമ്മളാണ് ആടുകൾ. എങ്ങനെയാണ് നമ്മളാണ് ആടുകൾ എന്ന് മനസ്സിലാക്കുന്നത്? ഇതിന് സമാന്തരമായി നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റുന്ന മറ്റൊന്ന്, പ്രവാചകനായ യെഹെസ്കേലിൻ്റെ പുസ്തകം 34-ാം അധ്യായത്തിൽ ഇടയന്മാരെക്കുറിച്ചും ആടുകളെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. 34-ാം അധ്യായത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യം പറയുകയാണ്, മനുഷ്യരായ നമ്മളാണ് ദൈവത്തിൻ്റെ കൈകളിലെ ആടുകൾ. പക്ഷെ ആടുകൾക്ക് ഉണ്ടാകേണ്ടുന്ന കുറച്ച് ഗുണവിശേഷണങ്ങളുണ്ട്, അല്ലെങ്കിൽ ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ആടുകളെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്, എനിക്ക് മുൻപേ വന്നവർ കള്ളന്മാരും കവർച്ചക്കാരുമാണ്. അടുത്തത്, ഈ ആടിൻ്റെ കൂടിൻ്റെ അല്ലെങ്കിൽ നേരായ വഴിയെ കൂടെ വരാത്തവർ, വാതിലിലൂടെ വരാത്തവർ കള്ളന്മാരും കവർച്ചക്കാരുമാണ്. വീട്ടുടയവൻ അല്ലെങ്കിൽ ആടുകളുടെ ഉടയവൻ ആടുകൾക്ക് ഈ വാതിൽ തുറന്നു കൊടുക്കുകയും ഇടയൻ അവയെ പേർ ചൊല്ലി വിളിച്ചുകൊണ്ട് പുറത്തു കൊണ്ടുപോവുകയും ചെയ്യുന്നു, മുൻപിൽ നടക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത്, അന്യന്മാരുടെ ശബ്ദം കേൾക്കുമ്പോൾ അറിയാത്തതുകൊണ്ട് അനുഗമിക്കുന്നില്ല. സത്യത്തിൽ ഇങ്ങനെ ഒരു ഡിസേൺമെൻറ്റ്, ഒരു വിവേചനം ഏതൊരു വ്യക്തിക്കും വേണം. ശരിക്കും എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നതാണ്. അപ്പോൾ ശരിക്കും കർത്താവ് ഇടയനാകുമ്പോൾ അവിടുത്തെ ശബ്ദം കേൾക്കാൻ തക്കവണ്ണം ആടുകൾക്കറിയാം. അവരെങ്ങനെ അത് തിരിച്ചറിയുന്നത്? പരിചയത്തിൽ നിന്നാണ്. നമ്മുടെ ഈ ആത്മീയ ജീവിതം കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമായി നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കുക. ശരിക്കും ദൈവം നമ്മളോട് ഇടപെടുന്ന സമയങ്ങൾ നമ്മുടെ ആത്മീയതയുടെ പഴക്കത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയിലേക്ക് നമ്മളെ നയിക്കുന്ന സമയങ്ങളും ദൈവം നമ്മളെ ആത്മീകമായി ഗൗരവമാക്കുന്ന സമയങ്ങളും, എല്ലായ്പ്പോഴും ഗൗരവമായിട്ട് നമ്മളായിരിക്കണമെങ്കിലും ചില സമയങ്ങളിൽ നമ്മളെ ഭയങ്കരമായിട്ട് സെൻസിറ്റീവാക്കും. അതായത് നമ്മുടെ ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാനും ദൈവസന്നിധിയിൽ ഇരിക്കാനും മുമ്പോട്ട് പോകാനും ഒക്കെ പ്രേരണ തോന്നും. എത്ര പ്രാർത്ഥിച്ചാലും തൃപ്തി വരാത്തതുപോലെ തോന്നും. എപ്പോഴും അങ്ങനെ ഉണ്ടാകണമെന്നില്ല. പക്ഷെ ആ ഒരു സമയങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ആ സമയങ്ങൾ ഒന്നുകിൽ
ആത്മീകമായ ആക്രമണങ്ങൾ നമ്മൾ നേരിടുന്ന സമയമാണ്. ഇല്ലെങ്കിൽ അടുത്ത നാളുകളിൽ ദൈവം നമ്മളെ ഉപയോഗിക്കുവാനായി നമ്മളെ പണിയുന്ന സമയങ്ങളാണ്. ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആടുകൾ ഇടയൻ്റെ ശബ്ദം തിരിച്ചറിയുന്നത് പോലെ ദൈവശബ്ദവും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകളും ദൈവമക്കൾ തിരിച്ചറിയണം. 2, അന്യന്മാരുടെ ശബ്ദം കേൾക്കുമ്പോൾ ഓടിപ്പോകുമെന്നാണ്. അതായത് കുറച്ചുകൂടെ ഞാനിതിനെ ഒന്ന് വ്യക്തമാക്കിയാണ്. ഈ പ്രസംഗിക്കപ്പെടുന്നത് എല്ലാം ഒന്നും ദൈവികമാകണമെന്നില്ല, കാണുന്നതെല്ലാം സത്യമാകണമെന്നില്ല. പലതിൻ്റെയും പിന്നിലുള്ള ഉദ്ദേശം ഗൂഢമായ ഉദ്ദേശങ്ങളായിരിക്കാം. 2, വരുന്ന എല്ലാ ദൂതുകളും ദൈവത്തിൽ നിന്നുള്ളതാകണമെന്നില്ല. അന്യശക്തികളിലും ദുഷ്ടശക്തികളിലുമൊക്കെ ആശ്രയിച്ച് ദൈവജനത്തെ വഞ്ചിക്കുവാൻ തക്കവണ്ണം വെളിച്ചദൂതൻ്റെ വേഷം കെട്ടി വരുന്ന പിശാചിൻ്റെ ഏജൻറ്റുമാരുണ്ടാകണം. ആ സമയത്ത് നമ്മൾ എങ്ങനെ അതിനെ തിരിച്ചറിയുന്നത്? അതിനെ തിരിച്ചറിയുന്നത് ഇടയൻ്റെ ശബ്ദത്തെ ആടുകൾ പരിചയത്തിൽ നിന്നാണ് അറിയുന്നത്. 2, ദൈവ വചനത്തിൻ്റെ വ്യവസ്ഥകളെ മനസ്സിലാക്കുന്ന ഒരു ദൈവ പൈതലിന് ഉപദേശവും പഠിപ്പീരും ടീച്ചിങ്ങുകളും മാറുമ്പോൾ അറിയാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അനുഭവം ഞാൻ പറയുകയാണ്. യഥാർത്ഥമായ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്ന, യഥാർത്ഥമായ ദൈവിക വിശുദ്ധിയിലും കൃപയിലും നിൽക്കുന്ന ദൈവദാസന്മാർ ദൈവവചനം ശുശ്രൂഷിക്കുന്ന ഇടത്ത് ഞാൻ പോയിരിക്കുമ്പോൾ എനിക്ക് കണ്ണുനീര് വരും. ഹൃദയത്തോട് ദൈവം സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാകും. ചിലത് എന്തെല്ലാം പൊട്ടിമുഴക്കിയാലും, കസേര എടുത്തടിച്ചാലും, ബിൽഡിംഗ് ഇളക്കിയാലും നമ്മുടെ അകത്ത് നമുക്കൊരിക്കലും ഇതിനെ അംഗീകരിക്കാൻ പറ്റാത്തവണ്ണം നമ്മുടെ ഉള്ളം ഈ കാന്തം വികർഷിക്കുന്നത് പോലെ വികർഷിക്കും. ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും നമ്മളിതിനെ തിരിച്ചറിയേണ്ടുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പം പോകട്ടെ, നമ്മുടെ വിഷയം അതല്ല. അന്യന്മാരുടെ ശബ്ദം കേൾക്കുമ്പോൾ അവ ഓടിപ്പോകുന്നു. അപ്പം ആടുകളും ഇടയനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കുക, നിരന്തരമായ കൂട്ടായ്മ ബന്ധമാണ്. ഈ 2 തരത്തിലാണ് കേട്ടോ. ഒന്ന്, ഒരു കളക്റ്റീവ് റിലേഷൻഷിപ്പ്. അതായത് ഒരു ഇടയൻ്റെ കയ്യിൽ ഒരാടല്ല. മിഡിൽ ഈസ്റ്റിലെ ഇടയന്മാരെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പം 300-400 ആടുകളെ വരെ കൊണ്ടു നടക്കുന്ന ഇടയന്മാരുണ്ട്. ഈ ഓരോ ഇടയനും ഓരോ ആടിനെയും വ്യക്തമായി അറിയാം. ആടുകൾക്ക് ഇടയനെ നന്നായി അറിയാം. ഈ അടുത്തത്, ഈ നമ്മൾ സങ്കീർത്തനം 95:7 നമ്മൾ വായിക്കുന്നത്, അവൻ മേയ്ക്കുന്ന നാമോ അവൻ്റെ ജനമാണ്. അടുത്തത്, നാമോ അവൻ്റെ കൈക്കലെ, അവൻ മേയ്ക്കുന്ന ജനവും അവൻ്റെ കൈക്കലെ ആടുകളും തന്നെ. അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ആടുകൾ ഇടയൻ്റെ കൈക്കീഴിലായിരിക്കണം. ഇന്ന് പലപ്പോഴും എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ആ മെസ്സേജിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തോട്ട് നമ്മൾ വരികയാണ്. ഈ കൈകൾക്കകത്ത് നമ്മൾ മുമ്പോട്ട് പോകണം. ശരിക്കും ദൈവാനുഗ്രഹവും ദൈവ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ, ദൈവത്തിനായി നമ്മൾ ഉപയോഗിക്കപ്പെടണമെങ്കിൽ നമ്മൾ കൃത്യമായി ആ കൈയുടെ കീഴിലായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ കൈക്കകത്തല്ലാത്ത ആടുകളുണ്ടോ ദൈവദാസനെ എന്ന് നിങ്ങൾ ചോദിക്കും. തീർച്ചയായിട്ടും ഉണ്ട്. അതിലേക്ക് ഞാൻ വരാം. വ്യത്യസ്തമായ ആടുകളെക്കുറിച്ച് വേദപുസ്തകത്തിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അതൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ പ്രവാചകനായ യെഹസ്കേലിൻ്റെ പുസ്തകം 34-ാം അധ്യായം മുഴുവനും ഇടയനെയും ആടുകളെയും കുറിച്ചുള്ള പരാമർശമാണ്. അവിടെ ആദ്യത്തെ ഭാഗം ഞാൻ വിട്ടിട്ട് 17 മുതലുള്ള ഭാഗങ്ങളിൽ ആടിനും ഇടയിൽ ഞാൻ ന്യായം വിധിക്കും. അടുത്തത്, ആട്ടുകൊറ്റനും കോലാട്ടുകൊറ്റനും ഇടയിൽ ഞാൻ ന്യായം വിധിക്കും. ഈ ആട്ടുകൊറ്റനും കോലാട്ടുകൊറ്റനും ആരാണ്? അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഈ ഭാഗം വായിച്ച് ധ്യാനിച്ചപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, തെറ്റിപ്പോകുന്ന ആടുകളുണ്ടല്ലേ. നമുക്കറിയാം, 99 ആടിനെയും വിട്ടിട്ട് തെറ്റിപ്പോയ ഒരാടിനെ, നഷ്ടപ്പെട്ടു പോയ ഒരാടിനെ തോളയിലെടുത്ത് സന്തോഷത്തോടെ വന്നൊരു ഇടയനെ നമുക്കറിയാം.
ഈ നഷ്ടപ്പെട്ടു പോയാലും ദൈവത്തിന് തിരിച്ചു കൊണ്ടുവരുവാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അഹങ്കാരം കയറി തടിച്ചു കൊഴുക്കുമ്പം അതിനെ തോളിലേറ്റുകയല്ല ചെയ്യുന്നത്, അതിനെ ശിക്ഷിച്ച് അതിനെ ക്രമപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കണം. വിശ്വാസ ജീവിതത്തിൻ്റെ അകത്ത് എവിടെയെങ്കിലും പിന്മാറ്റങ്ങളോ, ഞാൻ ഒത്തിരി പേരുമായിട്ട് സംസാരിക്കുമ്പം ചിലർ അവരുടെ ജീവിതത്തിലെ തെറ്റായ തീരുമാനങ്ങളിൽ പിന്മാറ്റത്തിലൊക്കെ പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ കാലങ്ങളിൽ ദൈവം അവരെ സ്നേഹിച്ച് അവരെ കൃപയിലേക്ക് മടക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ ആ കൂട്ടായ്മ അനുഭവിക്കുകയും ചെയ്യുന്നു. പക്ഷേ അഹങ്കാരവും ധാർഷ്ട്യവും നികളവും കയറി ഒരു തരത്തിലും ആത്മീയ അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ കഴിയാതെ പോകുന്ന ധാരാളം ആളുകളുണ്ട്. അവരെ പഠിപ്പിച്ചെടുക്കുക ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? യെഹെസ്കേൽ 34:17 തടിച്ച ആടുകൾ, മെലിഞ്ഞ ആടുകൾ നമ്മൾ കാണുന്നുണ്ട്. ഈ തടിച്ച ആടുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് വണ്ണമുള്ള മനുഷ്യരെന്നല്ല കേട്ടോ. ബോഡി ഷേമിങ് പാടില്ലേ ആരായാലും. ഞാൻ എൻ്റെ കുറച്ച് മെലിഞ്ഞൊരാളാണ്. പണ്ട് ഞാൻ ഇതിലും മെലിഞ്ഞതായിരുന്നു. അന്ന് ഞാൻ ഒത്തിരി അവഗണനകളും ഒത്തിരി കുത്തുവാക്കുകളും കേട്ടിട്ടുണ്ട്. അപ്പം ഇന്നും ഇങ്ങനെ പോകുന്നത് നമ്മൾ ഉപവാസവും പ്രാർത്ഥനയായിട്ടൊക്കെ പോകുന്നുണ്ടാണ്. ചിലർ, എൻ്റെ വൈഫ് കുറച്ച് വണ്ണമുള്ള ആളാണ്, പാരമ്പര്യമായി കുടുംബത്തിൽ അങ്ങനെയുള്ള ആളാണ്. അപ്പോൾ വണ്ണമുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ദയവ് ചെയ്ത് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയോ പരിഹസിക്കുകയോ ചെയ്യാതെ ഇരിക്കുക. ഓക്കെ. അപ്പം ആ വണ്ണമോ മെലിച്ചിലോ അല്ലിത്. അതായത് ദൈവം കൊടുക്കുന്ന വചനത്തെയും നന്മകളെയും ഭക്ഷിച്ചിട്ട് ചവിട്ടിക്കളയുന്നവർ. അങ്ങനെയാണ് യെഹെസ്കേൽ 34:17 എഴുതുന്നത്. അവിടെ പച്ചപ്പിനെ, ദൈവം കൊടുത്ത ഭക്ഷണത്തെ തിന്നിട്ട് കളഞ്ഞ് വേണ്ടാന്ന് വെച്ച് കളയുന്നവർ, വെള്ളത്തെ ചവിട്ടി കലക്കുന്നവർ. എന്തിനാ ഇതിങ്ങനെ ചെയ്യുന്നത്? മറ്റാടുകൾ കുടിക്കാതിരിക്കാനാണ്. ഇന്ന് ഒരുപാട് ആത്മീയ കൂട്ടായ്മകളിലും ദൈവസഭകളിലും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇങ്ങനെയുള്ള കുറച്ച് കോലാട്ടുകൊറ്റന്മാരും ആട്ടുകൊറ്റന്മാരും ഉണ്ട്. ഈ കോലാട്ടുകൊറ്റന്മാരെന്ന് പറയുന്നത് റാം, മെയിൽ ഗോട്ട്. ഇത് ശരിക്കും ഷീപ്പിൻ്റെ ഭാഗമാണ്, അതായത് ആടുകളുടെ ഭാഗമാണ്. പക്ഷെ അവർ റാം ആയത് എങ്ങനെയാണ്? ഈ ആട് കാലക്രമേണ വളർന്ന് മറ്റുള്ള ആടുകളെക്കാളെല്ലാം മസിൽ സ്ട്രെങ്തും ഹൈറ്റും പവറും എല്ലാം കൂടിയപ്പോൾ ഞങ്ങൾ ആരോ ആണെന്നുള്ള ധാരണ അവർക്കുണ്ടായി. പ്രിയരെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ വർഷങ്ങളുടെ പാരമ്പര്യത്തിൽ നമ്മൾ ഒരിക്കലും നിഷേധികളായി, അഹങ്കാരികളായി, മറ്റുള്ള കൂട്ടുവിശ്വാസികളെ ചവിട്ടിക്കളയുന്നവരായി, ദൈവം തരുന്ന വചനത്തെ നിന്ദിക്കുന്നവരായി, ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ വിലയില്ലാത്തതായി കാണുന്നവരായി ഒരിക്കലും നമ്മൾ മാറരുത്. കാരണം അതിൻ്റെ പിന്നാലെ ദൈവത്തിൻ്റെ ന്യായവിധി വരുന്നുണ്ടെന്നുള്ള സത്യം നമ്മൾ നിശ്ചയമായും മനസ്സിലാക്കണം. അതാണ് കോലാട്ടുകൊറ്റനെ ഞാൻ ന്യായം വിധിക്കും. ആട്ടുകൊറ്റനും കോലാട്ടുകൊറ്റനും ഇടയിൽ ഞാൻ ന്യായം വിധിക്കും. ന്യായവിധി ഉറപ്പായും ഉണ്ടാകും. ഈ കോലാട്ടുകൊറ്റന്മാരൊന്നും പുറത്തുനിന്ന് വന്നവരല്ല, ഇവരെല്ലാം അകത്തുള്ളവരാണ്. പണ്ടൊക്കെ വെറും ആടുകളായി, കുഞ്ഞാടുകളായി ഇരുന്നവർ ഇന്ന് കോലാട്ടുകൊറ്റന്മാരായി മാറി. പക്ഷെ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ നിന്ന് 5-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് യോഹന്നാൻ വിളിച്ചു പറഞ്ഞ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ഐഹിക ശുശ്രൂഷ കഴിഞ്ഞ് ഇത്രയധികം നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ കാലാവസാനത്തിങ്കിൽ വരുമ്പോഴും കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചു. കുഞ്ഞാട് മുട്ടനാടായിട്ടോ കോലാട്ടുകൊറ്റനായോ മാറുന്നില്ല. യേശുവിൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. കാലങ്ങളിൽ നമ്മുടെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ദൈവസന്നിധി നമ്മൾ താഴണം. ആ കൈകളിലാണോ നമ്മൾ ഇരിക്കുന്നതെന്ന് നോക്കണം. ദൈവത്തിന് സ്തോത്രം. അടുത്ത ഒരു ചിന്ത കൂടെ വളരെ വേഗത്തിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രവാചകനായ ദാനിയേലിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ ഒരു ആട്ടുകൊറ്റനെയും കോലാട്ടുകൊറ്റനെയും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് ശരിക്കും കാണുന്നത് 2 സാമ്രാജ്യങ്ങളാണ്. ഒന്ന് മേദ്യ പേർഷ്യൻ ആട്ടുകൊറ്റൻ, കോലാട്ടുകൊറ്റൻ യവനായ സാമ്രാജ്യമാണ്. അപ്പം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ ഇദ്ദേഹം കാണുകയാണ്, ഒരു നദിക്കരയിൽ ഒരാട്ടുകൊറ്റൻ നിൽക്കുന്നു. അതിൻ്റെ ഒരു കൊമ്പ് അധികം വളർന്നതായിരുന്നു, മറ്റൊരു കൊമ്പ് അത്രയും വളർന്നതല്ല. ഇത് ശരിക്കും മേദ്യ പേർഷ്യൻ
സാമ്രാജ്യത്തെയാണ് കാണിക്കുന്നത്. പക്ഷേ ഈ ആട്ടുകൊറ്റനെ കുറിച്ച് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കുക. അതായത് 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ആട്ടുകൊറ്റൻ പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിക്കുന്നത് കണ്ട് ഒരു മൃഗത്തിനും അതിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റിയില്ല, ഇഷ്ടം പോലെ വമ്പ് കാട്ടി. കണ്ടോ, ഒരാടിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് സത്യത്തിൽ മേദ്യ പേർഷ്യൻ സാമ്രാജ്യമാണ്. അതുകൊണ്ടാണ് ഒരു സൈഡ് പൊങ്ങി ഒരു സൈഡ് താണ ഇരിക്കുന്നത്. പ്രവചനം പഠിക്കുന്നവർക്കറിയാം. അപ്പോൾ ഇത് തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും എല്ലാം ഇങ്ങനെ ഇടിച്ചുകൊണ്ട് നിൽക്കുന്നു, വമ്പ് കാണിക്കുന്നു. ഒരു മനുഷ്യനും അതിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റാതെ പോകുന്നു. ചില സമയത്ത് നമ്മൾ ചിന്തിക്കും, നമ്മുടെ കഴിവും നമ്മുടെ മിടുക്കും ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല, ആർക്കും നമ്മളെ കീഴടക്കാൻ പറ്റത്തില്ല, എന്തുമാകാം ഏതുമാകാം, ഇതൊക്കെ ഞങ്ങളുടെ കുത്തകയാണെന്ന് പറഞ്ഞ് അഹങ്കാരികളായി നിഗളികളായി നിൽക്കുമ്പോൾ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ദൈവം നമുക്ക് കാണിച്ചു തരുന്ന ഒരു വലിയ പാഠം. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്നത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോലാട്ടുകൊറ്റൻ പടിഞ്ഞാറ് നിന്ന് നിലം തൊടാതെ വന്നിട്ട് അത് ചെയ്തത് എന്താണെന്നറിയാമോ? ഉഗ്രകോപത്തോടെ വന്ന് ഇടിച്ച് അതിൻ്റെ കൊമ്പുകളെ തകർത്ത് നിലത്ത് തള്ളിയിട്ട് കളഞ്ഞു. കണ്ടോ? അപ്പോൾ നമ്മളിപ്പോൾ ചിന്തിക്കുക നമ്മളേതാണ്ട് വലിയ സംഭവമാണെന്ന് ചിന്തിച്ചാൽ നാളെ നമ്മളെക്കാൾ വലിയൊരു സംഭവത്തെ ദൈവം എഴുന്നേൽപ്പിക്കും. അത് ദൈവത്തിൻ്റെ പദ്ധതികളുടെ ഭാഗമാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു യവനായ സാമ്രാജ്യമാണ്. അലക്സാണ്ടറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു യവനായ സാമ്രാജ്യത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്. പക്ഷെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കോലാട്ടുകൊറ്റൻ, ആദ്യത്തെ കോലാട്ടുകൊറ്റനെ ഇടിച്ച് തകർത്ത് അതിനെ താഴെ ഇട്ട ശക്തനായ കോലാട്ടുകൊറ്റൻ്റെ ആ വലിയ കൊമ്പ് പറഞ്ഞുപോയി 4 ചെറിയ കൊമ്പുകൾ തൽസ്ഥാനത്ത് വന്നു. എന്താ സംഭവം എന്നറിയാമോ? ചെറിയ പ്രായത്തിൽ, കൃത്യമായി ഞാൻ പ്രായം ഓർക്കുന്നില്ല, അലക്സാണ്ടർ അദ്ദേഹം കൊതുക് കടിച്ച് മരിച്ചെന്നാണ് പറയുന്നത്, ഇല്ലേ? സാമ്രാജ്യങ്ങളെ കീഴടക്കിയ സമുദ്രത്തിൻ്റെ മുമ്പിൽ വന്നു നിന്നുപോലും ഈ സമുദ്രം ഒരു കരയായിരുന്നേ ഞാൻ കീഴടക്കുമെന്നൊക്കെ പറഞ്ഞവൻ ഒരനന്തരാവകാശിയില്ലാതെ നല്ല യൗവനത്തിൽ മരണപ്പെട്ട് തൻ്റെ 4 സൈനിക തലവന്മാർ തൻ്റെ രാജ്യത്തെ വിഭജിച്ച്, ഞാനത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ആയി എന്ന് കാണുമ്പോൾ ആദ്യത്തെ ആട്ടുകൊറ്റനെ തകർത്ത രണ്ടാമത്തെ ആട് അതും പറഞ്ഞ് ഒരനന്തരാവകാശിയില്ലാതെ പ്രിയരെ 4 സൈനിക തലവന്മാർ രാജ്യം വിഭജിച്ചെടുത്ത് തകർന്ന് തരിപ്പണമായി പോയത് കാണുന്നത് പോലെ, സ്തോത്രം, ആട്ടുകൊറ്റനായിട്ടോ കോലാട്ടുകൊറ്റനായിട്ടോ ഒന്നുമല്ല, അവിടുത്തെ കൈക്കീഴിൽ ഇണങ്ങിയ ആടുകളായി അവിടുത്തെ ശബ്ദം കേട്ടുകൊണ്ട്, ദൈവത്തിന് സ്തോത്രം, ഇടയൻ നമ്മളെ നടത്തുന്ന വഴികളിൽ നമ്മുടെ ആത്മമണവാളനായ കർത്താവ് നമ്മളെ നയിക്കുന്നത് പോലെ ഓരോ ദിവസവും ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത് താഴ്മയോടെ ഇരുന്ന് കേട്ട് നമ്മളൊന്നിനെക്കുറിച്ചും ഭാരപ്പെടാനില്ല. ഇടയൻ്റെ കയ്യിൽ ആടുകൾ സുരക്ഷിതരാണ്. ഈ കൂട്ടിന്, ഇടയൻ്റെ സംരക്ഷണ വലത്തിന് പുറത്ത് ധാരാളം ഹിംസ്ര ജന്തുക്കൾ ഈ ആടുകളെ പിടിക്കുവാനായിട്ടുണ്ട്. പക്ഷേ ഇടയൻ്റെ കൈക്കീഴിൽ താണിരിക്കും തോറും ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഞാൻ സാധാരണ പറയുന്ന പോലെ 10-20 വർഷം കൊണ്ട് കർത്താവിനെ പ്രസംഗിക്കുന്ന ഒരാളാണ്. ആരും സഹായിച്ചത് കൊണ്ടോ ആരോടും എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞതുകൊണ്ടോ ഇന്നും ജീവിക്കുന്നില്ല. സ്തോത്രം, കൃപയാൽ ദൈവം ഇതുവരെയും നടത്തി. ആ ആത്മമണവാളനായ കർത്താവിൻ്റെ കൈക്കീഴിൽ താണിരുന്ന് നമ്മൾ യാത്ര ചെയ്യാൻ തയ്യാറായാൽ നമ്മളെ നടത്തേണ്ടിടത്തേക്ക് തക്ക സമയത്ത് നമ്മളെ നടത്തുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, കൈക്കീഴിലെ ആടുകൾ 95-7 നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവൻ്റെ കൈക്കീഴിലെ ആടുകളുമാകുന്നു. പക്ഷേ അടുത്ത 8-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ഇന്ന് അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, സ്തോത്രം, മരുഭൂമിയിലെ ആ നാളുകൾ പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. കൈക്കീഴിൽ ആടുകളായിട്ടിരിക്കാം, ദൈവേഷ്ടം ചെയ്യാം. കർത്താവ് നമ്മളെ നയിക്കുന്നത് പോലെ നമുക്ക് മുമ്പോട്ട് പോകാം. അഹങ്കാരവും നിഗളവും എല്ലാം മാറ്റിവെച്ച് കോലാട്ടുകൊറ്റനായിട്ടല്ല, ആട്ടുകൊറ്റന്മാരായിട്ടല്ല, സ്തോത്രം, പ്രിയരെ, ആ അറുക്കപ്പെട്ട കുഞ്ഞാടായ യേശു ക്രിസ്തുവിൻ്റെ അതേ കൈകളിൽ, ആമേൻ, ഒരു കുഞ്ഞാടിനെ പോലെ ദൈവസന്നിധിയിൽ താണിരിക്കാം. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു.
ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.